സർ, ഇസ്രായേലിൽ ഇപ്പം വലിയ പണിമുടക്ക്, ബഹളം, ആകെ പ്രശ്നമയമാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീഴാൻ പോവുകയാണോ? ബെഞ്ചമിൻ നെതന്യാഹുവിന് രാജ്യത്ത് പ്രശ്നമുണ്ട്. രാജ്യത്ത് മാത്രമല്ല, മന്ത്രിസഭയുടെ അകത്തും പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രശ്നം രൂക്ഷമാവാനുള്ള കാര്യം ഈ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളിൽ 6 പേരെ ആ ഗാസയിലെ തുരങ്കം അവിടെ വെച്ചിട്ട് പുറകിൽ നിന്ന് വെടിവെച്ച് ഇവരെ നിരത്തിയിട്ട് പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്നു. ആ 6 പേരിൽ ഒരാൾ ഇസ്രയേൽ അമേരിക്കൻ ആണ്. അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിലേക്ക് മുമ്പ് കുടിയേറിയ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. 23 വയസ്സ്, ഗോൾഡൻബർഗ് പോളിൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഒരു അമേരിക്കൻ പശ്ചാത്തലം കൂടി ഉണ്ട്. അപ്പോൾ ഇസ്രയേലുകാരും മാത്രം മരിക്കുന്ന പോലെ അല്ല അത്. അതുകൊണ്ട് അമേരിക്കയും ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് തന്നെ ഈ ബന്ദികളുടെ കുടുംബത്തിലുള്ള ആളുകൾ വെടിനിർത്തൽ വേണം എന്നാവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് 56 പേരുണ്ടല്ലോ, ഇവരെയൊക്കെ തിരിച്ചു കിട്ടണമല്ലോ അത്രയും കുടുംബങ്ങൾക്ക്. അപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഹമാസ് ഈ ബന്ദികളെ റിലീസ് ചെയ്യും, ഹോസ്റ്റേജസ്. അപ്പോൾ അതിനുവേണ്ടി ഇവർ നെതന്യാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മുമ്പിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ കെയ്റോയിൽ ഈ സന്ധി സംഭാഷണം നടക്കുമ്പോഴൊക്കെ ഈ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നെതന്യാഹുവിൻ്റെ വീട്, പ്രതിരോധ മന്ത്രാലയം, അങ്ങനെ. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞായറാഴ്ച ഇവരെ ഈ 6 പേരെ വെടിവെച്ച് കൊന്നു. അപ്പം ബന്ധുക്കളെ കൊല്ലുകയാണ് ഹമാസ്. ഒരു വല്ലാത്ത അവസ്ഥയാണത്. അവരെ രക്ഷിക്കാനായിട്ട് ഇസ്രയേലിന് കഴിഞ്ഞുമില്ല. ആ 6 പേരെ അവർക്ക് രക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ ഇസ്രയേലി അമേരിക്കൻ ഗോൾഡൻബർഗ് പോളിൻ എന്ന് പറഞ്ഞ പയ്യൻ, 23 വയസ്സുള്ള ആള് 2023 ഡിസംബറിൽ ഒരു ലോക പര്യടനം നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. ചെറിയ പൈസയ്ക്ക് അവിടെ നിന്ന് തുടങ്ങി. പക്ഷേ ഈ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തോടുകൂടി ഹമാസിൻ്റെ അത് വെള്ളത്തിലായി, അത് നടക്കില്ല എന്നുള്ള ഇതായി. അത് കഴിഞ്ഞ് അവിടെ ആ സംഗീത പരിപാടി നടക്കുന്ന ദിവസം ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നവരെയൊക്കെയാണല്ലോ ആക്രമിച്ച് 1200 വരെ കൊന്നത് ഹമാസ് ഒക്ടോബർ 7. അപ്പോൾ ആ കൂട്ടത്തിൽ ബന്ദിയാക്കപ്പെട്ട ആളാണ് ഇയാൾ, ഈ പോളിൻ, 23 വയസ്സുള്ള അമേരിക്കക്കാരൻ. അപ്പോൾ ശനിയാഴ്ച റാഫയിലെ തുരങ്കത്തിലേക്ക് കൊണ്ടുപോയി ഈ പുലർച്ചയൊക്കെ ആകുമ്പോഴേക്കും കൊന്നുകളഞ്ഞു. ശരിക്കും അയാളുടെ കുടുംബം വരുന്നത് കാലിഫോർണിയയിലെ ഓക്ലൻഡിൽ നിന്നാണ്. 2008 കുടിയേറിയവർ. 2008 കുടിയേറുമ്പോൾ ഈ പോളിൻ, ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ പയ്യന് അന്ന് 7 വയസ്സായിരുന്നു. അത് കഴിഞ്ഞ് അവിടെയാണ്. അപ്പോൾ ഇരട്ട പൗരത്വമുണ്ട്. ഇസ്രയേൽ മാത്രമല്ല, അമേരിക്കൻ പൗരത്വമുണ്ട്. കാരണം ജനിച്ചത് അവിടെയാണല്ലോ. അമേരിക്കയിൽ ജനിക്കുമ്പോൾ അവിടുത്തെ പൗരത്വം കിട്ടും. കേരളത്തിൽ പല ആളുകളും ഒരു പ്രത്യേക ഏരിയ എന്നുള്ളവർ ഭാര്യയൊക്കെ പ്രസവിക്കാറാവുമ്പോൾ അമേരിക്ക കൊണ്ടാക്കാറുണ്ട്. കാരണം ജനിക്കുന്ന കുട്ടി പൗരനായിരിക്കുമല്ലോ അവിടെ, അമേരിക്കൻ പൗരനായി. അത് ഏത് സമുദായമാണ് എങ്ങനെയാണെന്ന് ആ സമുദായത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇരട്ട പൗരത്വമുണ്ട്. നോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാസയുടെ ഒക്കെ അടുത്തുള്ള സംഗീത പരിപാടിയിൽ വെച്ചിട്ടാണ് അന്ന് പറഞ്ഞത്. ഈ അന്നത്തെ ഈ സ്ഫോടനങ്ങളിൽ ഇടത് കൈ നഷ്ടപ്പെട്ടിരുന്നു ഈ പോളിന്. വേറെയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 6 ബന്ദികളെ വെടിവെച്ച് കൊന്നത് ഇസ്രയേലിൻ്റെ ഒരു പരാജയമാണ്. നെതന്യാഹുവിൻ്റെ ഒക്കെ ഒരു പരാജയമാണ്. കാരണം നെതന്യാഹു ബലം പിടിച്ചു നിൽക്കുകയാണ്, വെടിനിർത്തലിന് തയ്യാറാകാതെ. അങ്ങേര് ഹമാസിൻ്റെ പുതിയ തലവനെയൊക്കെ കൊന്നിട്ടേ അടങ്ങും എന്നുള്ള പ്രതിജ്ഞയിലാണ്. സിൻവർ എന്ന് പറഞ്ഞ പുതിയ ഹമാസ് തലവനെ. അപ്പോൾ വൻ പ്രക്ഷോഭം ആണിപ്പോൾ നടക്കുന്നത്. ടെല്ലവീവ്, ജെറുസലേം, മറ്റ് നഗരങ്ങളിലുമൊക്കെ ആയിട്ട് 5 ലക്ഷം പേര് പ്രക്ഷോഭം
കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ബന്ദികളാകെ 101 പേരുണ്ട് എല്ലാ സമയത്തെയും കൂടി. അപ്പോൾ നെതന്യാഹുവിൻ്റെ വീട്, പിന്നെ അമേരിക്കൻ എംബസി ഇസ്രയേലിലെ, അതിൻ്റെയൊക്കെ മുമ്പിൽ പ്രക്ഷോഭങ്ങൾ നടന്നു. തിങ്കളാഴ്ച ഇന്നലെ പണിമുടക്ക് നടന്നു. ഇസ്രയേലിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ഹിസ്റ്റാഡ്രാറ്റ് ട്രേഡ് യൂണിയൻ ആണ് പൊതുപണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നത്. അപ്പോൾ എന്നിട്ട് ഈ നെതന്യാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ ചെന്നിട്ട് യു ആർ ദ ലീഡർ, യു ആർ ഗിൽറ്റി, നിങ്ങളാണ് നേതാവ്, നിങ്ങളാണ് കുറ്റവാളി എന്നൊക്കെ ഇവരുടെ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. ജനവികാരമാണത്. തെല്ലവീവിൽ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്രിമ ശ്മശാനം, മോക്ക് സിമെട്രി ഉണ്ടാക്കി. എന്നിട്ട് അതുണ്ടാക്കിയിട്ട് അതിൽ ബോർഡ് വെച്ചു, ബെഞ്ചമിൻ നെതന്യാഹു സിമെട്രി എന്ന് ബോർഡ് വെച്ചു. എന്നിട്ട് അവിടെയുള്ള ബെൻഗൂറിയൻ രാജ്യാന്തര വിമാനത്താവളം, അവിടെ നിന്ന് പല വിമാന സർവീസുകളും റദ്ദാക്കേണ്ടി വരിക, സർവീസ് താമസിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി വിമാനത്താവളത്തിൽ ഈ സമരം കാരണം. മാളുകൾ, സർവകലാശാലകൾ ഒന്നും പ്രവർത്തിച്ചില്ല, തുറമുഖങ്ങൾ പ്രവർത്തിച്ചില്ല. ഹൈഫ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ്, അവിടെയും പ്രവർത്തനമൊന്നും ഉണ്ടായില്ല. വൈകിട്ട് വരെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഈ പൊതുപണിമുടക്ക് പോലീസുകാർ ഗ്രനേഡൊക്കെ പ്രയോഗിച്ചു ഇവർക്ക് നേരെ. ആവലോണിലെ ഈ ഹൈവേ പാത ഇവർ ബ്ലോക്ക് ചെയ്തു. അവർക്ക് നേരെ ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചു. 29 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പല ആളുകളോടും ഈ പത്രങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ അവരുടെ പേര് പ്രസക്തമല്ലല്ലോ, ഇതിങ്ങനെ പോയാൽ പറ്റില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഞങ്ങൾക്ക് നോക്കണം, ഈ വെടിനിർത്തലില്ലാതെ ഈ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്ന് തന്നെ അറിയില്ല, ഇങ്ങനത്തെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നാശത്തിലേക്ക് പോവുക എന്നുള്ള തോന്നൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെടിനിർത്തുക, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പം ജനത്തിന് നെതന്യാഹുവിനെ വേണ്ട, അതാണ് അവർ പറയുന്നത്. അപ്പോൾ നെതന്യാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈജിപ്ത് ഗാസ അതിർത്തി, അവിടുത്തെ നിയന്ത്രണം, ഗാസയിൽ ഈജിപ്ത് അതിർത്തി ചേർന്നുള്ള ഭാഗം, അവിടെ നിന്നുള്ള നിയന്ത്രണം ഒഴിയാനായിട്ടൊരു പറ്റില്ല. അതിർത്തിയിലെ ഈ ഗാസ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഫിലാഡൽഫി ഇടനാഴി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫിലാഡൽഫി ഇടനാഴിയിൽ കൂടിയാണ് ഇവരായുധം കടത്തുന്നത് ഹമാസ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒഴിയുന്ന പ്രശ്നമില്ല. അപ്പോൾ വെടിനിർത്തലിൽ അങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നെതന്യാഹു ചോദിച്ച് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അത് ഹമാസിൻ്റെ ഒരു ലൈഫ് ലൈൻ ആയിട്ടാണ് കരുതുന്നത്. ഈ ഫിലാഡൽഫി ഇടനാഴി അവരുടെ ഒരു എന്താ പറയുക, ജീവധമനി എന്നൊക്കെ പറയാവുന്നത് ആണത്. വേറൊരു ഇടനാഴിയും കൂടി ഉണ്ട് അങ്ങനെ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടക്കാനൊക്കെ ഉപയോഗിക്കുന്നത്, ഗാസയുടെ നടുവിൽ കൂടി. ഇനിയാണ് മന്ത്രിസഭയിലെ ഈ എതിർപ്പ് നെതന്യാഹു പ്രധാനമായിട്ടും എതിർപ്പ് നേരിടുന്നത് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിൽ നിന്നാണ്. ഈ സംഭവം ഉണ്ടായല്ലോ കഴിഞ്ഞ ദിവസം, ബന്ദികളെ ഹമാസ് കൊന്നത്. അപ്പോൾ ഗാലന്റ് പറഞ്ഞു, ഈ ഇങ്ങനെ ബന്ദികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടനാഴിയുടെ കാര്യം പറയുന്നത് അന്തസ്സില്ലാത്ത പണിയാണ്. രൂക്ഷമാണ് പ്രതികരണം. നെതന്യാഹുവിനെതിരെ പൊട്ടിത്തെറി ആണ്. അത് പൊതുവെ ആ മന്ത്രിസഭയിലുള്ള പിന്തുണ കുറയുന്നു, നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കെയ്റോയിൽ കഴിഞ്ഞ ദിവസം മറ്റേ മൊസാദിൻ്റെ ചീഫ് ആണ് സമാധാന ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നത്. മറ്റേ വെടിനിർത്തലാകാം എന്നൊക്കെയുള്ള മട്ടിലൊക്കെയാണ് ചർച്ചയൊക്കെ നടത്തിയിരുന്നത്. അത് നെതന്യാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മൊസാദിൻ്റെ
മേധാവിക്ക് നെതന്യാഹുവിനെയും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പം ആ രീതിയിലാണ് അതിൻ്റെ പോക്ക്. കഴിഞ്ഞ ദിവസം ചാനൽ 2-ൻ്റെ ഒരു സർവേ നടന്നിരുന്നു, നെതന്യാഹുവിൻ്റെയൊക്കെ ഭാവി എന്ന് പറഞ്ഞിട്ട്. സർവേയിൽ പങ്കെടുത്ത 69% പേരും നെതന്യാഹു രാജിവെക്കണം ആവശ്യപ്പെട്ടു. പക്ഷേ നെതന്യാഹുവിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെടിനിർത്തലിന് സമ്മതിച്ചാലും അല്ലാതെ ഇപ്പോൾ അധികാരം വിട്ടുകഴിഞ്ഞാൽ ആയിരിക്കും വലിയ തോൽവി. വ്യക്തിപരമായും അധികാരം പോവുകയാണല്ലോ. അതുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു. അതാണ് കാണുന്നത്. അപ്പം ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ നെതന്യാഹു തയ്യാറാവുമെന്നർത്ഥം. അങ്ങേര് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുമെന്ന് ഒരു റിപ്പോർട്ടിലും കാണുന്നില്ല, ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയൊന്നും. കാരണം എന്താ, അങ്ങേർക്ക് ഇത് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ തുടരേണ്ടത്. അധികാരം വിട്ടൊഴിഞ്ഞു പോകുന്നത്, രാജിവെക്കുന്നത്, അത് അങ്ങേർക്ക് തന്നെ പ്രത്യേകിച്ച് ഭാവിയൊന്നും ഉണ്ടാകുന്ന ഘട്ടമല്ലോ. മാത്രമല്ല ഇനി തെരഞ്ഞെടുപ്പ് വരാനൊക്കെ പോകുന്നു. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് നെതന്യാഹു കടന്നു പോകുന്നത്. ഈ വർഷത്തിനൊടുവിൽ ഈ യുദ്ധം തീർക്കുമെന്നും ഹമാസിനെ പൂർണ്ണമായും ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമോ? അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അവരെയൊക്കെ ഉന്മൂലനം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ അങ്ങേർക്ക് അധികാരത്തിൽ നിൽക്കാനും ഇതാണ് നടക്കുന്നത്. പിന്നെ അമേരിക്കയോടൊരു താല്പര്യവും ഈ യാഹ്യ സിൻവർ എന്ന് പറഞ്ഞ പുതിയ മേധാവി, കാരണം ഗാസയിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ വളർന്ന ആളാണ്. പർദ്ദയൊക്കെ ഇട്ട് സ്ത്രീ വേഷത്തിലൊക്കെ നടക്കുന്ന ഒരാളാണ് രക്ഷ തേടിയിട്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ അകത്ത് പ്രതിസന്ധി ഉരുണ്ടുകൂടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.